എൽസ മാത്യുവിൻ്റെയും അനുബോധന യോഗ സമ്മേളനത്തിലേക്കാണ് നമ്മളേവരും കടന്നു വന്നിരിക്കുക. ഏവരെയും വളരെ സ്നേഹത്തോടെ ഈ ഹാളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, സിസ്റ്റർ ട്രീസ പൊന്നാനി SAPSൻ്റെ വൃദ്ധവാഗ്ദാനത്തിൻ്റെയും സഭാവസ്തു സ്വീകരണത്തിൻ്റെയും 50-ാം വർഷം സുവർണ ജൂബിലി ഇന്നേ ദിവസം ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ സിസ്റ്ററിൻ്റെ സഹോദരപുത്രൻ മാത്യു ജോസഫ് റാണി ദമ്പതികളുടെ മൂത്ത പുത്രിയായ ആൻ എൽസ മാത്യു, നിന്നു എന്ന് നാം വിളിക്കുന്ന ആനിൻ്റെ ക്രൈസ്തവ വിശ്വാസ അടിസ്ഥാന പ്രദാശ സ്വീകരണമായ ആദ്യ കുർബാനയും ഇന്നിവിടെ നടത്തപ്പെടുകയുണ്ടായി. ആ അനുമോദന സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ യോഗ പരിപാടികൾ അനുമോദന സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ അനുമോദന സമ്മേളനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ ഏവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഫാദർ ആന്റണി തളികസ്ഥാനം CMI, ഫാദർ നോബി പൊന്നാടി, സിസ്റ്റർ ട്രീസ പൊന്നാടി SAPS, ആൻ എൽസ മാത്യു, ഫാദർ സിബി പൊന്നാടി SJ, സിസ്റ്റർ മേരി ജില്ലിയോള, സിസ്റ്റർ എലിസി തെക്കിഞ്ചേരി SAPS, ജേക്കബ് ജോസഫ് പൊന്നാടി, ഇവരെ ഏവരെയും ഈ വേദിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലുള്ള സന്യസ്തരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു തിരുവചനം കൃത്യമായി ഓർമ്മയിലെത്തുകയാണ്. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അതെ, ഈ തിരുവചന പൂർത്തീകരണത്തിൻ്റെ 50 വർഷം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞമ്മ സിസ്റ്റർ ട്രീസ ആഘോഷിക്കുമ്പോൾ ഞാനിന്ന് വളരെയേറെ സന്തോഷത്തോടും
അതിലേറെ കൃതാർത്ഥതയോടുകൂടെ ആണ് ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ കുഞ്ഞമ്മ സന്യസ്തവ്രതം സ്വീകരിച്ച് ഈ 50 വർഷം ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ എല്ലാ പ്രേക്ഷിത മേഖലകളിലും വളരെ പ്രത്യേകമായി അധ്യാപനത്തിൻ്റെ മാധുര്യത്തിലൂടെ അറിവിൻ്റെ പ്രകാശം അനേകം മക്കൾക്ക് പകർന്നു കൊടുത്തും പ്രാർത്ഥനയിലൂടെയും ഉപദേശങ്ങളിലൂടെയും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എന്നും ഒരു താങ്ങായി തീർന്നു. എല്ലാത്തിനും ഉപരിയായി ഈശോയുടെ വിശ്വസ്ത മണവാട്ടിയായി ജീവിതം തന്നെ എല്ലാവർക്കും ഒരു സുവിശേഷമായി ജീവിതം തന്നെ ഒരു സുവിശേഷമായി തീർത്തിരിക്കുകയാണ്. ഈ സുവർണാവസരത്തിൽ എല്ലാവരെയും സന്തോഷപൂർവ്വം ഈ സഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും സ്വാഗതം ചെയ്യാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഫാദർ ആന്റണി CMI വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ആഘോഷത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞമ്മയെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടത് ആരാധനാ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ഏറ്റുമാനൂർ മഠത്തിൽ നിന്നും എത്തിയ സിസ്റ്റർ എലിസബത്തിനെയാണ്. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനെത്തിയ സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലിരിക്കുന്ന പുനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടനായ നോബിയച്ചനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുനാട്ടിൽ കുടുംബത്തിലെ സിസ്റ്റർ മേരി ജിഡിയോള ഇതിനുണ്ട് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുനാട്ടിൽ കുടുംബയോഗത്തിൻ്റെ പ്രതിനിധിയായി മിസ്റ്റർ ജേക്കബ് ജോസഫിനെയും ഇതിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. എന്താ ഒരു ഏറ്റവും നിർമ്മലമായ ഹൃദയത്തോടെയും അതികുർബാന സ്വീകരിച്ച മിന്നുവിനെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിരമ്പുഴ അഡോറേഷൻ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും ഏറ്റുമാനൂർ അഡോറേഷൻ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ രാജമഠത്തിൽ നിന്ന് വന്ന വലിയ ആന്റിയുടെ കോൺഗ്രിഗേഷനിലെ ഡോക്ടേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സിസ്റ്റേഴ്സിനെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കുഞ്ഞമ്മയ്ക്കും മിന്നുവിനും 1000 മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സുവർണ ജൂബിലി നിറവിൽ നിൽക്കുന്ന സിസ്റ്റർ ട്രീസ പൊന്നാട്ടിൽ SAPSന്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ നമുക്ക് അനാവരണം ചെയ്യുന്നതിനായി സിസ്റ്ററുടെ സഹോദരപുത്രിയും KE സ്കൂൾ അധ്യാപികയുമായ സലോമി ജോസഫിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും പുതുവത്സരാശംസകൾ. ജൂബിലി നിറവിൽ നിൽക്കുന്ന സിസ്റ്റർ ട്രീസ പൊന്നാട്ടിലിനും അതികുർബാന സ്വീകരിച്ച മിന്നുവിനും ആശംസകൾ. ദൈവപരിപാലനയുടെ 50 വർഷം പിന്നിട്ട സിസ്റ്റർ ട്രീസയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ അവലോകനമാണ് ഞാൻ നോക്കുന്നത്. അതിരമ്പുഴ ഇടവകയിലെ ഒരു പുരാതന കുടുംബമായ പൊന്നാറ്റിൽ പരേതരായ ജോസഫ് ഏലി ദമ്പതികളുടെ 5 മക്കളിൽ ഇളയ മകളായ തെയ്യാമ്മ എന്ന വിളിപ്പേരുള്ള സിസ്റ്റർ ട്രീസ പൊന്നാറ്റിൽ 1949 ജൂൺ 6-ാം തീയതി ജനിച്ചു. 3 ചേച്ചിമാരുടെയും ഒരു കുഞ്ഞാങ്ങളുടെയും കുഞ്ഞെഴുതി മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യത്തിലും പ്രാർത്ഥനാരൂപിയിലും വളർന്ന തെയ്യാമ്മ അതിരമ്പുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് SSLC-യും ബിഷപ്പ് കുര്യാശ്ശേരി കോളേജ് അമലഗിരിയിൽ നിന്ന് പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. തുടർന്ന് ജ്യേഷ്ഠ സഹോദരിയുടെ പാത പിന്തുടർന്ന് ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാൻ ധന്യനായ തോമസ് കുര്യാശ്ശേരി പിതാവ് സ്ഥാപിച്ച ആരാധനാ സഭയുടെ അതിരമ്പുഴ മഠത്തിൽ 1968 ചേർന്നു. ആസ്പിരൻസിയും പോസ്റ്റ്ലൻസിയും
അതിരമ്പുഴയിൽ പൂർത്തിയാക്കി. 1969 തുരുത്തിയിലും മാമൂട്ടിലുമായി യോമിഷയിലും പൂർത്തിയാക്കി. 1970 ഏപ്രിൽ 29 വാഴപ്പള്ളിയിൽ വെച്ച് ബുദ്ധവാഗ്ദാനം നടന്നു. 1970-71 വാഴപ്പള്ളി കോൺവെന്റിൽ ജൂനിയറേറ്റ് പൂർത്തിയാക്കി. 1971 മുതൽ 74 വരെയുള്ള കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി അമല കോൺവെന്റിൽ താമസിച്ച് അസംഷൻ കോളേജിൽ നിന്ന് ബിരുദം നേടി. 1974-75 ട്രിവാൻഡ്രം നിർമ്മല ഭവനിൽ അധ്യാപികയായി പരിശീലനം ആരംഭിച്ചു. അതിനുശേഷം ആലുവ ജനറേറ്റ് സെക്കൻഡ് നോവിഷ്യേറ്റ് നിത്യബുദ്ധ വാഗ്ദാനവും നടത്തി. തുടർന്ന് BEd ബിരുദം നേടുന്നതിനായി ഗുജറാത്തിലേക്ക് പോയി. 1976-77 വിദ്യാനഗറിൽ നിന്ന് BEd ബിരുദവും കരസ്ഥമാക്കി. ചങ്ങനാശ്ശേരി പ്രൊവിൻസിൻ്റെ മിഷൻ കേന്ദ്രങ്ങളിലൊന്നായ ഒറീസയിലെ ഫിലിംഗർ ഡിസ്ട്രിക്റ്റിലെ നിർമ്മല കോൺവെന്റ് സ്കൂളിൽ 1977 മുതൽ 81 വരെ പ്രധാന അധ്യാപികയായി സേവനം ചെയ്തു. 1981 മുതൽ 85 വരെ മെയിൻപുരിയിലെ സെൻറ് തോമസ് കോൺവെന്റ് സ്കൂളിലും പ്രധാന അധ്യാപികയായിരുന്നു. തുടർന്ന് കേരളത്തിലെത്തി 1985 മുതൽ 92 വരെ കൂത്തുപറമ്പിലെ നിർമ്മലഗിരി റാണി ദേവി ഹൈസ്കൂളിൽ പ്രധാന അധ്യാപികയായി പ്രവർത്തിച്ചു. 1992-93 അധ്യാപന ജോലി വിട്ട് പ്രാർത്ഥനയ്ക്കായി ഒരു വർഷക്കാലം മാറ്റിവെച്ചു. പിന്നീട് വീണ്ടും ഒറീസയിലേക്ക് യാത്ര. 1993 മുതൽ 96 വരെ കേഞ്ചറിലും പ്രധാന അധ്യാപികയായിരുന്നു. ഈ കാലയളവിലായിരുന്നു ബുദ്ധവാഗ്ദാനത്തിൻ്റെ രചന രൂപീകി. 1996-2001 വരെ ജോഡയിലെ സെന്റ് തെരേസ സ്കൂളിൽ പ്രധാന അധ്യാപികയായി പ്രവർത്തിച്ചു. 2001 മുതൽ 2007 വരെ പക്കാഞ്ചൂർ ആരാധനാ കോൺവെന്റിലും 2007 മുതൽ 2009 വരെ വിശാഖപട്ടണത്തുമായിരുന്നു. ഇവിടെയെല്ലാം പ്രധാന അധ്യാപിക തന്നെയായിരുന്നു. തുടർന്ന് സ്കൂൾ അധ്യാപനം നിർത്തി 2009 മുതൽ 2013 വരെ ബാലസോർ, ജഗദൽപൂർ എന്നിവിടങ്ങളിലെ ആസ്പിരൻസ് കുട്ടികളുടെ ഇൻചാർജായും ഹോസ്റ്റൽ വാർഡനായും സേവനം ചെയ്തു. അതിനുശേഷം 2013 മുതൽ 2018 വരെ ജഗദൽപൂർ രൂപതയിലെ തെല്ലുമാരംഗയിലും പക്കാഞ്ചൂരിലും ഹോസ്റ്റൽ വാർഡനായി സേവനം ചെയ്തു. ഇപ്പോൾ ജഗദൽപൂർ പ്രൊവിൻഷ്യൽ ഹൗസിലെ +2 ആസ്പിരൻസീസിന് അധ്യാപികയായി സേവനം ചെയ്തു വരുന്നു. അങ്ങനെ അനേകായിരം വിദ്യാർത്ഥികൾക്കും സന്യസ്ത വിദ്യാർത്ഥികൾക്കും അക്ഷരങ്ങളുടെ മാർഗദീപം പകർന്നു നൽകിക്കൊണ്ടും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടും സമൂഹ നന്മയ്ക്ക് സഭാ ഉന്നമനത്തിനും വേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ കുഞ്ഞമ്മ പിന്നിട്ട പാതകളേക്കാൾ കൂടുതൽ തീവ്രതയോടെ മുന്നേറുവാൻ ദിവ്യകാരുണ്യനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ജൂബിലി മംഗളങ്ങൾ നേടുകയും ചെയ്യുന്നു. യോഗാധ്യക്ഷൻ അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് അസോസിയേറ്റ് വികാർ ഫാദർ ആന്റണി തടയക്കുളം CMA സ്നേഹ ബഹുമാനത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന സിസ്റ്റർക്കുകളെ, പ്രത്യേകിച്ച് സിസ്റ്റർ ബന്നാറ്റി പൊന്നിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിവേകത്തോടെ ഓർമ്മയൊക്കെ ശരിയായി വെച്ചിട്ട് ഈശോ എന്താണെന്ന്, വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട്. സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആകപ്പാടെ കുറച്ചു കാലത്തെ ജീവിതം നമുക്കുള്ളത്. അതിൽ 50 വർഷവും ഒരു സന്യാസിനിയായി ജീവിച്ച് ജീവിത വിജയം പൂർത്തിയാക്കിയിരിക്കുകയാണ് അമ്മ. സിസ്റ്റേഴ്സിനെ അമ്മമാരെന്നാണ് വിളിക്കേണ്ടത്. നമ്മുടെ ഓഗസ്റ്റ് സുറിയാനി പാരമ്പര്യത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ പെൺകുട്ടികൾക്ക് പേരിടുമ്പോഴേ എപ്പോഴും അമ്മയെന്ന് ചേർത്തായിരുന്നു പേര്. അന്നമ്മ, ചിന്നമ്മ, ഏരിയാമ്മ, ത്രേസ്യാമ്മ. അതിന് കാരണവുമുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഒത്തിരി മോഡേൺ ബുദ്ധിമാന്മാർ. ഒന്നുമല്ല, നമ്മളെക്കാളൊക്കെ നല്ല ബുദ്ധിമാന്മാരും വിവേകമുള്ളവരായിരുന്നു നമ്മുടെ പൂർവികർ. അതുകൊണ്ട് അവരത് മനസ്സിലാക്കി തന്നെയാണ് അമ്മയെന്നും അപ്പനെന്നും പേര് ചേർത്തായിരുന്നു കുഞ്ഞുങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. അമ്മയെന്ന് പേരിടുന്നവർ കുഞ്ഞു കൊച്ചിനെ പോലും അമ്മയെന്ന് ഏലിയാമ്മേ എന്ന് വിളിക്കുമ്പോൾ, അല്ലെ ഏലിക്കുട്ടിയെന്ന് കുഞ്ഞിനെ വിളിക്കുമ്പോൾ ഇച്ചിരിയുടെ വലുതാമ്മ ഏലിയാമ്മ എന്ന് വിളിക്കും. ആ പേരിന് അറ്റത്തൊരു അമ്മയുണ്ട്. സ്ത്രീയുടെ മഹത്വം അമ്മയാകുന്നതിനാണ്. സിസ്റ്റേഴ്സിനെ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് അതേ കാലമൊന്നും ആയിരുന്നു. അതിനുമുമ്പ് അമ്മമാരെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ആശുപത്രി നമ്മളെ കുത്തിവെക്കാൻ പറ്റുന്ന നേഴ്സും സിസ്റ്ററാണ്. അതല്ല, അവരിൽ നിന്ന് ഇവർ വ്യത്യസ്തരാണ്. ഇവർ ലോകത്തിന് മുഴുവനും അമ്മയാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. 95 വയസ്സുള്ള 100 വയസ്സുള്ള അപ്പാപ്പനും ജനിച്ചിട്ട് 3-4 വയസ്സായ കുറച്ച് കുഞ്ഞും അമ്മയെന്നേ വിളിക്കുകയുള്ളൂ.
18, 19 അല്ലെങ്കിൽ 20 വയസ്സുള്ള സിസ്റ്ററിന്. കാരണം അവൾ അമ്മയാണ് ലോകത്തിന് മുഴുവൻ. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇന്നത്തെ കാലത്ത് അഭിനവ ചിന്താഗതികളൊക്കെ വളർന്നുകൊണ്ടും സ്വാതന്ത്ര്യം വളരെ ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിക്കുകയാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം വേണം, മനുഷ്യന് അവന് അവകാശമുണ്ട് എന്നതിൽ ശക്തമായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സന്യസ്തന് പോലും മനുഷ്യാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. ഇങ്ങനെ മുറവിളി കൂട്ടുന്നവരെയും ബഹളം വയ്ക്കുന്നവരെയും പിന്തിരിഞ്ഞ് നിൽക്കുന്നവരെയും ഒക്കെ ലോകം അറിയും. എന്നാൽ നിശബ്ദമായി തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തെ നിശബ്ദമായി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥിച്ച് ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും ഒറ്റപ്പെടലുകളിലും തകർച്ചകളിലും ഒരു പ്രശ്നവുമില്ലാതെ നല്ല ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിന്റെ ഒക്കെ ഇടയിൽ. അവരെ ആരും അറിയാറില്ല. അവരുടെ വ്യക്തിത്വങ്ങളെ കുറിച്ചോ അവരുടെ ജീവിത കഥകളോ ഒന്നും ലോകം അറിയാറില്ല. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ലോകം അറിയും. ചിലപ്പോഴൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ ഞാൻ ആളുകളോട് പറയാറുണ്ട്, നാട്ടിലെ കുടിച്ചു കൂത്താടി കിടക്കുന്ന അച്ചായനെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇന്നടത്താണ് അയാളുടെ വീടെന്ന് പറയും. എന്നാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്ന നന്മയൊക്കെ ചെയ്യുകയും ചെയ്ത് ആർക്കെടുത്തും വലിയ ബഹളങ്ങളൊന്നുമില്ല, ശാന്തനായി ജീവിച്ച ആളുടെ വീട് വെച്ച് ആർക്കും അറിയാം. തൊട്ടേ പോലും അറിയില്ല അപ്പുറത്ത് ജീവിക്കുന്ന ആളെ കഴിച്ചു. അതാണ് നമ്മുടെയൊക്കെ പ്രത്യേകത. സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നവര് ഈ ബോധ്യത്തോടു കൂടിയാണ്, എനിക്കിനി അവകാശങ്ങളൊന്നുമില്ല, എനിക്ക് അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടാനായിട്ടുള്ള അനുവാദമില്ല എന്നുള്ള ബോധത്തോടും ഉറച്ച ബോധ്യത്തോടും കൂടിയാണ് ഈ പണിക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. നമുക്ക് ഇതുപോലെ അനേക അമ്മമാര് നമ്മുടെ സഭയ്ക്കുള്ളതാണ്. നമ്മുടെ സഭയുടെ കെട്ടുറപ്പ് അവരാണ് നമ്മുടെ ശക്തി. രാവും പകലും തിരുസക്രാരിയുടെ മുമ്പിലിരുന്ന് ഇടവകയ്ക്കും ഇടവക ജനത്തിനും വ്യക്തികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കൈവരുത്താനും ഇതുപോലെയുള്ള സഹോദരിമാരുള്ളതാണ്. ഒരു പരിധിവരെ നമ്മൾ ദൈവം നിന്ന് നടത്തിയിട്ടും നമ്മൾ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാന കാരണം, ദൈവം നമ്മളെ തകർക്കാത്തതിന്റെ കാരണം അതാണ്. ഇതുപോലെയുള്ള പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇന്നുമുണ്ട് മഠങ്ങൾക്കുള്ളിൽ. ആരും അറിയാതെ 4 ചുവരുകൾക്കുള്ളിൽ അൽത്താരയിലും ചാപ്പലിന്റെ മുമ്പിലും പൂക്കളും വെച്ചും പ്രാർത്ഥിച്ചുമൊക്കെയാണ് കടന്നു പോകുന്നത്. ചിലപ്പോഴെങ്കിലും പള്ളികളിലൊക്കെ വികാരിയായിട്ട് ഞാൻ ചെല്ലുമ്പോൾ പറയാറുണ്ട്, സിസ്റ്റേഴ്സിന് തലമാറ്റം വന്നാൽ അവർക്ക് 1-2 പേരൊക്കെ അറിയാം, യുവതിക്കാരോ അങ്ങനെ കുറച്ച് പേരെ കൊണ്ടിട്ട് സിസ്റ്ററെ എന്ന് പറയും, ചെറിയൊരു സംഘടന. പക്ഷെ ഞങ്ങൾ അച്ഛന്മാർക്ക് സ്ഥലമാറ്റവും വരവും പോക്കും ഞങ്ങൾ വെടിവെച്ച് ആഘോഷിച്ചാണ് പോകുന്നത്. നാട്ടുകാർ മുഴുവൻ അടക്കങ്ങളും ബഹളങ്ങളുമാണ്, വലിയ കേവലമായിട്ട്. പക്ഷെ സിസ്റ്റേഴ്സിന്റെ ജീവിതം പലപ്പോഴും നിശബ്ദമാണ്. അൽത്താരയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലികൾക്കുള്ളിൽ അവർ സംതൃപ്തരായി ജീവിക്കും. അസംതൃപ്തരെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി പുഞ്ചിരി മായാത്ത മുഖവുമായി ജീവിക്കുന്ന ആയിരക്കണക്കിന് സന്യാസികളുള്ള ഒരു സഭയാണ് നമ്മൾ. അവരാണ് നമ്മുടെ മുതൽക്കൂട്ട്, അവരാണ് നമ്മുടെ സ്വർഗത്തിലെ നിക്ഷേപം. നമ്മൾ പറയും നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം, നിന്റെ നിക്ഷേപം എവിടെയാണ്? അവരാണ് നമ്മുടെ നിക്ഷേപം. അവരുടെ പ്രാർത്ഥനകളാണ്, അവരുടെ പരിത്യാഗ പ്രവൃത്തികളാണ് നമ്മളെ ശക്തരാക്കുന്നത്. അതിനാൽ ദൈവവിളികൾ കൂടുതലുണ്ടാകട്ടെ. പൊന്നാറ്റൂർ കുടുംബത്തിൽ നിന്നും ദൈവവിളിയിൽ അഭിമാനിക്കുന്ന സമൂഹമാകട്ടെ. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ പൊന്നാറ്റൂർ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടുവാൻ, നിങ്ങൾക്ക് വേണ്ടി കൈവരുത്തി പ്രാർത്ഥിക്കുവാൻ ഒരു സന്യാസിയോ ഉണ്ട് എന്നുള്ളത് അഭിമാനിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മയും അതുപോലെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും ഒറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങളാണ് സിസ്റ്റേഴ്സിന്റെ അച്ഛന്മാരുടെ ശക്തി. തമ്പുരാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ ശക്തിയും സപ്പോർട്ടും ഉണ്ട് മുന്നോട്ട് നടണമെങ്കിൽ. അപ്പൊ അത് ഇനിയുള്ള കാലവും അമ്മയ്ക്ക് ഉണ്ടാകട്ടെ. ദീർഘകാലം അമ്മയ്ക്ക് വിശ്വാസത്തില്, ആരാധനയിലും പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ അനുഭവത്തിൽ ജീവിക്കുവാൻ ഇടവരട്ടെ. മറ്റുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും പുതിയ തലമുറയ്ക്കും സിസ്റ്റേഴ്സിനും ഒക്കെ പുതിയൊരു വെല്ലുവിളിയും ജീവിത മാതൃകയുമായി അമ്മ ഇന്ന് നിലകൊള്ളട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സുവർണ്ണ ജൂബിലികളിൽ നിൽക്കുന്ന നമ്മുടെ സ്വന്തം തെയ്യാമ കുഞ്ഞുമ്മയ്ക്ക് മംഗളഗാനം ആലപിക്കുന്നതിനായി ആലീസ് ഞാറ്റിന്റെ നേതൃത്വത്തിൽ സിസ്റ്റർ ഫിലോറോസ്, സിസ്റ്റർ ജിലിയോള, അൻസു മാത്യു, സലോമി ജോസഫ് എന്നിവരെ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളു. സന്തോഷത്തോടെ ഞങ്ങൾ പാടാം, ഇന്നുമെന്നും പ്രാർത്ഥനകൾ നേരാം, സ്നേഹമോടെ പൂച്ചെണ്ടുകൾ നൽകാം, ജൂബിലി തൻ മംഗളങ്ങൾ നേരാം. സന്തോഷത്തോടെ ഞങ്ങൾ പാടാം, ഇന്നുമെന്നും പ്രാർത്ഥനകൾ നേരാം, സ്നേഹമോടെ പൂച്ചെണ്ടുകൾ നൽകാം. പൊന്നാറ്റിൽ വീട്ടിൽ മുത്തായി പിറന്നു,
ജൂബിലിതൻ മംഗളങ്ങൾ നേരാം സന്തോഷത്തോടെ ഞങ്ങൾ പാടാം ഇന്നും എന്നും പ്രാർത്ഥനകൾ നേരാം സ്നേഹമോടെ പൂച്ചെണ്ടുകൾ നൽകാം അധ്യാപികയായി മെല്ലെ മാറി നല്ല നല്ല പാഠങ്ങളെ നൽകി നാടിൻ്റെ അഭിമാനമായി മാറി വീടിനൊരു വിളക്കായി മിന്നി ജൂബിലിതൻ മംഗളങ്ങൾ നേരാം സന്തോഷത്തോടെ ഞങ്ങൾ പാടാം ഇന്നും എന്നും പ്രാർത്ഥനകൾ നേരാം സ്നേഹമോടെ പൂച്ചെണ്ടുകൾ നൽകാം മാറിവരും നാളുകളിലെല്ലാം ദൈവം നൽവരങ്ങൾ എന്നുമെന്നും നൽകാം തിരുസഭയിൽ സമ്പത്തായി തീരാം തിരുസന്നിധിയിൽ പ്രാർത്ഥനകളേകാം ജൂബിലിതൻ മംഗളങ്ങൾ നേരാം സന്തോഷത്തോടെ ഞങ്ങൾ പാടാം ഇന്നുമെന്നും പ്രാർത്ഥനകൾ നേരാം സ്നേഹമോടെ പൂച്ചെണ്ടുകൾ നൽകാം സ്നേഹമോടെ പൂച്ചെണ്ടുകൾ നൽകാം. മുൻപിലായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ് ഈ സാരിപ്പോൾ മുന്നിലെ എല്ലാവർക്കും നമ്മളും നേരുന്നു. ആദ്യമായി ഈശോയെ സ്വീകരിച്ച മിന്നുമോൾക്കും അവർക്കും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ഈ 50 വർഷം ദൈവം നടത്തിയ വഴികളെ ഓർത്ത് സിസ്റ്റർ ദേശായോട് ചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. തുടർന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം 1000 മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈ പൊന്നാടി നിർമ്മിക്കുന്നു. താങ്ക് യു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ജൂബിലേറിയ റീസാമ്മ, അധ്യക്ഷൻ അടണിയാച്ച മിന്നുമോൾ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നവവത്സരത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഏതാണ്ട് 50 വർഷം മുമ്പ് തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈശോയെ പിന്തുടരാൻ വേണ്ടി ധീരതയോടെ ഇറങ്ങി തിരിച്ച 25 കന്യകമാർ. അവരിൽ ഒരാളായി ഇന്ന് ട്രീസാമ്മ നമ്മുടെ കൂടെ ഇരിക്കുന്നു. അന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ ഉള്ളിൽ ഉയർന്നു വന്ന പ്രാർത്ഥനയും ഗാനവും ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അത് ഞാനൊന്ന് ആവർത്തിക്കട്ടെ. വരുന്നു ഞങ്ങൾ, വരുന്നു ഞങ്ങൾ, നാഥാ നിന്നെ പിന്തുടരാനായി വരുന്നു ഞങ്ങൾ. വരുന്നു ഞങ്ങൾ
ചോദിച്ചില്ല. കാരണം ഉള്ളിലെരിഞ്ഞ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന സ്വന്തം ജീവിതമാക്കി മാറ്റിയവളാണ് ട്രീസാമ്മ. തൻ്റെ അധ്യാപികമാര് 3-4 പേര് മിഷനറി ആകാൻ പോയപ്പോൾ തീർത്തും ആരോഗ്യമില്ലാതിരുന്ന കൊച്ചു തെയ്യാമ്മ ആഗ്രഹിച്ചു, എനിക്കും ഒരു മിഷനറി ആകണം. ഇതാഗ്രഹിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയില് മാലിപ്പറമ്പിലച്ഛനെ പോയി കാണുകയും മിഷനറി ആകണമെന്നുള്ള ആഗ്രഹം അറിയിക്കുകയും ചെയ്തപ്പോൾ ആ മഹാമിഷനറി ഈ എല്ലാം തോലും മാത്രമായിട്ടിരിക്കുന്ന ഈ കുഞ്ഞിനോട് പറയുകയാണ്, നിനക്ക് മിഷനറി ആകാനുള്ള ആരോഗ്യമൊന്നുമില്ല, നീ മിഷന് പോകണ്ട. പക്ഷേ ഉള്ളിലെരിഞ്ഞ ആ ആഗ്രഹം, അത് ഈശോനാഥനോടുള്ള ആ സ്നേഹം കരകവിഞ്ഞൊഴുകിയപ്പോൾ ദിവ്യകാരുണ്യ ആരാധന സഭയിൽ ചേർന്നുകൊണ്ട് ദിവ്യകാരുണ്യ നാഥന്റെ മണവാട്ടിയായി തീർന്നുകൊണ്ട് ആരോഗ്യം ഉണ്ടാകുന്നത് വരെ കാത്തിരുന്ന് പിന്നീട് ആരോഗ്യവതിയായി മാറിയപ്പോൾ മിഷൻ രംഗത്തേക്ക് ധീരതയോടെ കടന്നു ചെന്നവളാണ്. നമുക്കറിയാം, നമ്മളെ ട്രീസാമ്മയുടെ ജീവചരിത്രത്തിലൂടെ കടന്നുപോയപ്പോൾ കണ്ടു, എല്ലായിടത്തും ഒരു നല്ല അധ്യാപികയായി പ്രശോഭിച്ചവളാണ്. എന്നാൽ ഈ അധ്യാപികയാകുന്നതിന് മുമ്പ് ആദ്യകാലങ്ങളിൽ ജഗദൽപൂർ മിഷനിലേക്ക് അല്ലെങ്കിൽ ഒറീസ മിഷൻ രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ മനുഷ്യത്വമുള്ള മനുഷ്യരൊക്കെ വളരെ കുറവായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഇതുപോലെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ, ഈശോയോട് ചേർന്ന് സഹരക്ഷകയാകാൻ പൊന്നാനി കുടുംബത്തിൽ ഒത്തിരി ദൈവവിളികളുള്ള കുടുംബമാണ്. ഇനിയും ഇതുപോലെ ഉണ്ടാവണം. കാരണം നമ്മുടെ കുടുംബത്തിന് സ്വർഗത്തിലും ഒരു നല്ല സ്ഥാനം ഉണ്ടാകണം. നല്ല അന്തസ്സുള്ള ഒരു കുടുംബമാണ്, അല്ലെങ്കിൽ തറവാടിത്തമുള്ള ഒരു കുടുംബമാണ് പൊന്നാനിക്കുള്ളത്. ഈ തറവാടിത്തം സ്വർഗത്തിലും നിങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഈ ആധ്യാത്മികതയുടെ വഴിയിലൂടെ കൂടി അല്പം കൂടി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇതിന്റെ മാഹാത്മ്യം എന്തെന്ന്, മഹത്വം എന്തെന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട മിന്നുമോള് ഇന്ന് ഈശോയെ സ്വീകരിച്ചു, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെയും സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശക്തി നേടി ഇതൊരു പുതിയ ജീവിതത്തിലേക്ക് മിന്നുമോള് ഇറങ്ങി ചെല്ലുകയാണ്. മിന്നുമോൾക്ക് നല്ല ഒരു ജീവിതം, ഈശോയുടെ മാത്രമായി ജീവിക്കാനുള്ള ഒരു നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മിന്നുമോള് ഇതുപോലെ കുടുംബത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ട്രീസാമ്മ കുടുംബത്തിന് മാത്രമല്ല, ഞങ്ങളുടെ ജഗദൽപൂർ പ്രോവിൻസിന്റെ തന്നെ ഒരു മുഖത്താണ്. അമ്മയുടെ സഹനങ്ങൾ, അമ്മയുടെ പ്രാർത്ഥനകൾ, അമ്മയുടെ ഉപദേശങ്ങൾ, മാതൃകകൾ, ഇതൊന്നും ഞങ്ങൾക്ക് മറക്കാവുന്നതല്ല. ട്രീസാമ്മ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും ദൈവം സമ്മാനം നൽകുമെന്ന് എനിക്കറിയാം. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20 വയസ്സുള്ള ഒരു കന്യക ജീവിതം സമർപ്പിച്ചിട്ട് 50 വർഷം പൂർത്തിയാകുമ്പോൾ 70 വയസ്സ്, ഒരു മനുഷ്യന്റെ ആയുസ് 70 അല്ലെങ്കിൽ ഏറിയാൽ 80 എന്ന് പറയുമ്പോൾ മനുഷ്യായുസ് പൂർത്തിയാക്കി ഈശോയുടെ മാത്രമായി ജീവിച്ച ഒരമ്മ. അമ്മയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സുവർണ ജൂബിലിയിൽ സുവർണ കിരീടം കൊടുത്ത് സുവർണ പൂക്കൾ നൽകി അമ്മയെ സഭ ആദരിക്കുമ്പോൾ സ്വർഗത്തിൽ അതിനേക്കാൾ ഉപരി സുവർണ കിരീടം നൽകി അമ്മയെ ആദരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ സ്വർഗ കിരീടം, ആ സുവർണ കിരീടം നേടുവാൻ തക്കവിധം ഈ 50 വർഷവും ധീരമായി മുന്നേറിയ ട്രീസാമ്മയ്ക്ക് ഇനിയും ധീരതയോടെ തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന, ഈശോയോട് ചേർന്ന് സഹിക്കേണ്ടി വരുന്ന ആ സഹനങ്ങൾ അതും മുൻകൂട്ടി കണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി ട്രീസാമ്മ സമർപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ വിജയലാളിതയായി കുടുംബത്തിന്റെ ഏറ്റവും വലിയ തിളങ്ങുന്ന നക്ഷത്രമായി ട്രീസാമ്മ ശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുവർണ ജൂബിലിയുടെ എല്ലാ
ആശംസിക്കുകയും എല്ലാവിധ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവം ട്രിസാമയ്ക്കും മിന്നുമോക്കും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Santa